കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ലഹരി റാക്കറ്റിലെ പ്രധാന പ്രതി കോൺഗ്രസ് നേതാവാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് യുവാക്കളെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. ഡൽഹിയിൽ 5600 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെയാണ് ഡൽഹി പോലീസ് പിടികൂടിയതെന്ന ആരോപണം നേരത്തെ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം ഉയർത്തി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. ഡൽഹി ലഹരി റാക്കറ്റിലെ പ്രധാന പ്രതി കോൺഗ്രസുകാരനാണെന്നും കോൺഗ്രസ് യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ड्रग्स पकड़ा गया और देखिए दुख की बात, इस ड्रग्स रैकेट का मुख्य सरगना कौन निकला? कांग्रेस का एक नेता उसका मुख्य सरगना निकला. कांग्रेस युवाओं को नशे की लत में धकेलकर അതിനിടെ രാഹുൽ ഗാന്ധി ബിജെപിയെ കടന്നാക്രമിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഛത്രപതി ശിവാജി മഹാരാജിന്റെ പ്രതിമ തകർന്ന സംഭവത്തിലും പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചു. ബിജെപിക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പ്രതിമ തകർന്നതെന്ന് രാഹുൽ പറഞ്ഞു. കോലാപ്പൂരിൽ രാഹുൽ ഗാന്ധി ശിവാജി മഹാരാജിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. മുംബൈ മെട്രോ ലൈൻ 3യുടെ ഉദ്ഘാടനം, PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത് ഗഡു വിതരണമടക്കം നിരവധി വികസന ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ നിർവഹിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.